Dear students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ എന്താണ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോപ്പുലേഷൻ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണ് എസ്റ്റിമേറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എസ്റ്റിമേറ്ററിന് നമുക്ക് പെർട്ടിക്കുലർ അല്ലെങ്കിൽ സർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു നല്ല എസ്റ്റിമേറ്ററിന് വേണ്ട ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി അൺബയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി. സോ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് അൺബയാസ്ഡ്നെസ്. അൺബയാസ്ഡ്നെസ് എന്ന് പറഞ്ഞാൽ an estimator is said to be unbiased if it is expected value is identical with the population parameter being estimated. നമുക്ക് ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇഫ് ഇറ്റ്സ് എക്സ്പെക്റ്റഡ് വാല്യൂ, അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ ആയിട്ട് എന്താണ് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് പറയാൻ പറ്റും അൺബയാസ്ഡ് ആണെന്ന്. നമ്മളിപ്പം തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്, പോപ്പുലേഷൻ പാരാമീറ്റർ ആണ് തീറ്റ. അതിൻ്റെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ വാല്യൂവിനെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടിയ വാല്യൂവിനെ നമ്മൾ തീറ്റ ഹാറ്റ് എന്ന് നമ്മൾ പറയുവാണ്. തീറ്റ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. അത് നമുക്ക് മീൻ ആവാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, എന്തും ആവാം. അപ്പോൾ അതിൻ്റെ വാല്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ ഹാറ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ഹാറ്റ് ഈക്വൽ ടു തീറ്റ. നമ്മൾ പറയുവാണ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കണം? പോപ്പുലേഷൻ പാരാമീറ്ററിന് ഈക്വൽ ആയിരിക്കണം. സോ ഇതാണ് അൺബയാസ്ഡ്നെസ്സിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഇത് പഠിക്കണം. സോ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ഹാറ്റ് ഈക്വൽ ടു തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മീൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്ററിനോട് ഈക്വൽ ആയിരിക്കണം. സാമ്പിൾ മീന് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീനാണ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ഹാറ്റ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. നമ്മളിവിടെ മ്യൂ ആണ് അല്ലെങ്കിൽ മീനാണ്, പോപ്പുലേഷൻ മീനാണ് എടുത്തതെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ, അതായത് തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്ന വാല്യൂ, അത് സാമ്പിൾ മീനാണ്. പിന്നെ നമ്മൾ ഏതിൻ്റെ വാല്യൂ ആണ് സാമ്പിൾ മീനുമായിട്ട് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് ആണ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത്. സോ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ. ഇനി കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ് തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. അപ്പോൾ പോപ്പുലേഷൻ പാരാമീറ്റർ മ്യൂ ആവാം, പോപ്പുലേഷൻ മീൻ ആവാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, അതെന്ത് വേണമെങ്കിലും ആവാം. സോ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ അല്ലെങ്കിൽ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്: ഇഫ് ആൻ എസ്റ്റിമേറ്റർ തീറ്റ ഹാറ്റ് അപ്രോച്ചസ് ദ പാരാമീറ്റർ തീറ്റ ക്ലോസർ ആൻഡ് ക്ലോസർ ആസ് ലാർജ് അല്ലെങ്കിൽ n ഇൻക്രീസസ്. അപ്പോൾ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ആണ്. അത് പോപ്പുലേഷൻ പാരാമീറ്ററിനോട് അടുക്കുന്നു. അത് എപ്പോഴാണ് അടുക്കുന്നു എന്ന് പറയാൻ പറ്റുക? നമ്മുടെ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്ററിനോട് നമ്മുടെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റർ എന്ത് ചെയ്യും? ക്ലോസർ ആവും. So, if an estimator theta hat approaches the parameter theta closer and closer as sample size increases. Sample size കൂടുകയാണെങ്കിൽ നമ്മുടെ തീറ്റ ഹാറ്റ് തീറ്റ അല്ലെങ്കിൽ പോപ്പുലേഷൻ മീനിനോട് അടുക്കും. സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ സാമ്പിൾ മീൻ ഏതിനോട് അടുക്കും? പോപ്പുലേഷൻ മീനിനോട് അടുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
സോ നമ്മളിവിടെ ഇങ്ങനെയും പറയാം, ഇഫ് പ്രോബിലിറ്റി ഓഫ് ടി ടെൻസ് ടു തീറ്റ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ പറയുന്നത് n ലാർജ് ആകുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഫോർ ടി ടെൻസ് ടു തീറ്റ ഇസ് നിയർ ടു 1 എന്നുള്ളതാണ് അവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. Sample mean is a consistent estimator of population mean, since for large values of n sample mean tends to population mean. അതായത് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴാണ് സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ സാമ്പിൾ മീന് പോപ്പുലേഷൻ മീനോട് അടുക്കും. അതായത് നമ്മൾ എന്താണ് ഈ ഒരു കാര്യം നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം അല്ലെങ്കിൽ ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ നമ്മുടെ എന്താണ് മീൻ വാല്യൂവിനോട് നമ്മുടെ അടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ മീന് പോപ്പുലേഷൻ മീനോട് അടുക്കും. സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ സാമ്പിൾ മീന് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് പോപ്പുലേഷൻ പാരാമീറ്ററിനോട് അടുക്കും എന്നുള്ളതാണ് ഈ കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എഫിഷ്യൻസി ആണ്. എസ്റ്റിമേറ്റർ വിത്ത് സ്മോൾ വേരിയൻസ് ഓർ വേരിയബിലിറ്റി ഈസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് മോർ റിലയബിൾ. അതായത് നമുക്ക് എസ്റ്റിമേറ്റർ ഉണ്ട്. ഇപ്പം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയോ പോപ്പുലേഷൻ വേരിയൻസിൻ്റെയോ ഒരു പെർഫെക്റ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? അത് സ്മോൾ വേരിയൻസ് അല്ലെങ്കിൽ വേരിയബിലിറ്റി ഏറ്റവും കുറവായിരിക്കണം. വേരിയബിലിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ വേരിയൻസ് ഏറ്റവും കുറഞ്ഞ ഒരു എസ്റ്റിമേറ്റർ ആണ് നമ്മുടെ എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർ റിലയബിൾ, നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും സാമ്പിൾ വേരിയൻസ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഏറ്റവും സ്മോളസ്റ്റ് ആയിരിക്കണം. സ്മോളസ്റ്റ് വേരിയൻസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലിറ്റിൽ വേരിയബിലിറ്റി ഉള്ളതാണ് നമുക്ക് മോർ എഫിഷ്യൻറ്റ് ആൻഡ് മോർ റിലയബിൾ എന്ന് പറയാൻ പറ്റുക. സാമ്പിൾ മീൻ ഈസ് ബെറ്റർ ദാൻ സാമ്പിൾ മീഡിയൻ ആസ് എൻ എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. അതായത് പോപ്പുലേഷൻ മീന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ മീനാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാമ്പിൾ മീഡിയനേക്കാളും നമുക്ക് ഏതാണ് നല്ലത്? സാമ്പിൾ മീൻ ആയിരിക്കും. സഫിഷ്യൻസി എന്ന് പറയുന്നത് an estimator is said to be sufficient if it conveys as much information as it possible about the population parameter which is contained in the sample. Sufficiency എന്ന് പറയുന്നത് an estimator is said to be sufficient. എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ആ വാല്യൂ അല്ലെങ്കിൽ എന്താണ് ഏതാണ് നമ്മൾ എടുക്കുന്നത് അതാണ് എസ്റ്റിമേറ്റർ. ആ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സഫീഷ്യൻറ്റ് ആണെന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? ഇഫ് ഇറ്റ് കൺവേസ് ആസ് മച്ച് ഇൻഫർമേഷൻ ആസ് ഇറ്റ് പോസിബിൾ. അതായത് പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചിട്ട് മാക്സിമം ഇൻഫർമേഷൻ ആ എസ്റ്റിമേറ്ററിന് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ സഫീഷ്യൻറ്റ് ആണെന്ന് പറയാൻ പറ്റുക. എന്താണ്? പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചിട്ട് മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ഒരു എന്താണ് എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. സോ എ സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് വെൻ ആൻ എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ്. സഫീഷ്യൻറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി വേണം. ഓക്കെ, സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ sufficient estimator is most efficient when an efficient estimator exists. അപ്പോൾ സഫീഷ്യൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി വേണം. സഫീഷ്യൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി വേണം. അല്ലെങ്കിൽ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സഫീഷ്യൻസി ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾവേസ് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പറയുവാണ് കൺസിസ്റ്റൻ്റ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. സോ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ.
പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ സാമ്പിൾ മീൻ ഉപയോഗിക്കുന്നുണ്ട്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ. ദാറ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദി sufficiency condition. Okay, thank you.